ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഇന്ന് ഞാൻ അമ്മയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കൊല്ലങ്കോട് വെള്ളാന്തറയിലെ പൊങ്കലാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ചിലർക്ക് പൊങ്കൽ എന്ന് പറഞ്ഞാൽ അറിയില്ല. പൊങ്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മാരിയമ്മൻ പൂജയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ മാരിയമ്മൻ പൂജയുടെ സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പൊങ്കലിൻ്റെ ആദ്യ ദിവസം കുംഭം നിറച്ച് കൊണ്ടുവരും. അതിൻ്റെ അടുത്ത ദിവസം കാലത്ത് തന്നെ പുലർച്ചെ മാവളക്കെടുത്ത് പമ്പ അടിച്ചുകൊണ്ട് ഓരോ വീട്ടിലും വരും. അപ്പോൾ നമ്മൾ പുലർച്ചെ തന്നെ മാവളക്കെടുത്ത് ഊർവലം ചുറ്റി വന്ന് നമ്മുടെ ദേവിക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള ദേവിയുടെ ആചാര ചടങ്ങ്. അതുപോലെ 2 പ്രാവശ്യം മാവളക്കെടുക്കും. പിന്നെ അതേപോലെ കാലത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും മാവളക്കെടുത്ത് ഈ ദേവിക്ക് സഹോദരി എന്ന് പറയും, അടുത്തുള്ള ദേവിയോട് കൊണ്ടുപോയി മാവളക്ക് വെച്ച് പൂജ ചെയ്യും. അതിനുശേഷം നമ്മുടെ മാരിയമ്മൻ്റെ അമ്പലത്തിൽ നടയിൽ വെച്ച് എല്ലാവരും ഒരു 10 മണിയോടുകൂടി പൊങ്കൽ വെച്ച് ഒരു 12 മണിക്ക് ഇവിടെ ഉച്ചപൂജ നടക്കും. ഇതിനിടയിൽ തന്നെ ദേവിയുടെ ഫ്രണ്ടിൽ നെല്ലും മഞ്ഞളൊക്കെ വെച്ചിട്ടുണ്ടാകും. നമ്മളത് വാരി ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേർച്ച പോലെ ഷീട്ടാക്കണം. അത് ഷീട്ടാക്കിയിട്ട് നമ്മൾ ദേവിയെടുത്ത് സമർപ്പിക്കും. നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അതുപോലെ മംഗല്യത്തിനും അങ്ങനെ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ദേവിയെടുത്ത് സമർപ്പിക്കാം. കൂടാതെ ഉച്ചപൂജയ്ക്ക് ഇവിടെ എല്ലാ ദേവികളും, അതായത് കറുപ്പസ്വാമി, മധുരവീരൻ, അങ്ങനെ മാരിയമ്മൻ, എല്ലാ ദേവികളും ഉറഞ്ഞു തുള്ളി ആഘോഷിക്കുന്നത് നമുക്ക് ഈ മാരിയമ്മൻ കോവിലിൽ കാണാൻ സാധിക്കും. തന്നെത്താനെ ഉണ്ടായ ദേവിയാണ് ഈ മാരിയമ്മൻ. ഈ മാരിയമ്മനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതൊന്നുമില്ല. അത്രയും ശക്തിയാർന്ന ദേവിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ